ഒരു പഴഞ്ചൊല്ലുണ്ടേ, ഏത് നാട്ടിൽ നിന്ന് വന്നതാണ് എന്നെനിക്കറിയില്ല. അതായത് പണി അറിയാവുന്നൊരു പണിക്കാരൻ ഒരിക്കലും പണിയായുധത്തിനെ കുറ്റം പറഞ്ഞ് വെറുതെ ഇരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു മരം വെട്ടുകാരൻ കോടാലി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ മരം വെട്ടാതിരിക്കില്ലല്ലോ. അവന് പണി അറിയാമെങ്കിൽ അവൻ കോടാലി നന്നാക്കിയെടുത്ത് കൂടുതൽ നന്നായി മരം വെട്ടി കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ചില അഭിനേതാക്കൾ, ചില ടെക്നീഷ്യൻസ്, ചില നിർമ്മാതാക്കൾ, അവരുടെയൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് റിവ്യൂവേഴ്സ് കാരണം സിനിമ നശിക്കുന്നതെന്ന് പറഞ്ഞ് ഒരൊറ്റ കരച്ചിലാണ്. എന്നാൽ സിനിമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിനിമ പ്രേക്ഷകരും കാര്യമായി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സുരേഷ് ഏട്ടനും ടീമും മാസം സിനിമകൾ പൊട്ടുന്നു എന്ന് പറഞ്ഞ് കൃത്യമായ കണക്കുകളും കൂടി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തങ്ങളുടെ സിനിമ നശിക്കാനുള്ള കാരണം റിവ്യൂവേഴ്സ് ആണ് എന്നുള്ളതാണ് അവരുടെ കണ്ടുപിടുത്തം. ചിലർ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കും, ചിലർ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ നോക്കും, വേറെ ചില ആൾക്കാരുണ്ട് വ്യാജ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കൊടുത്ത് ഒതുക്കാൻ നോക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന പുതിയൊരു ആചാരമാണ് കമൻറ്റ് ബോക്സിലെ PR വർക്ക് എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് കമൻറ്റ്സ് വരിക എന്നുള്ളത്. പക്ഷേ പച്ചത്തെറി വിളിച്ചുകൊണ്ട്, അതായത് ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത പച്ചത്തെറി വിളിച്ചുകൊണ്ട് കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്കല്ലെങ്കിലും ഈ സിനിമയൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അതായത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും റിവ്യൂ ഒക്കെ കുത്തിപ്പൊക്കി അതിലങ്ങനെ പറഞ്ഞല്ലോ, ഇതിലിങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ സിനിമയുടെ ഓഡിയൻസ് ഞങ്ങളാണ്, നീ ഒന്നും ഈ സിനിമ കാണേണ്ട കാര്യമില്ല, ചിലപ്പോൾ നമ്മളൊക്കെ ജനിച്ചതേ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ആയിരിക്കും വരിക. ഇങ്ങനെ കാശ് കൊടുത്ത് ആളുകളെ കൊണ്ട് ഈ നെഗറ്റീവായി വരുന്ന അഭിപ്രായങ്ങളുടെ താഴെ തെറി വിളിപ്പിക്കുന്ന ആൾക്കാർ കാശ് കൊടുത്തു, അവർ തെറി വിളിച്ചു, ഓക്കെ, ഇത് ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്ന് നാട്ടുകാർ അവരെയൊക്കെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പണ്ടൊരു നടൻ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് നമ്മളൊരു അഭിപ്രായം പറഞ്ഞത് പുള്ളിക്ക് പിടിച്ചില്ല. ഇപ്പോഴും പുള്ളി 100 കോടി ക്ലബ്ബിലൊക്കെ കയറി എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് റിവ്യൂസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇപ്പോഴും പുള്ളി പൊക്കി പറയുന്നുണ്ട്, ഇല്ലാത്തതും പുള്ളി കയറ്റി പറയുന്നുണ്ട്. ആ റിവ്യൂ ഇപ്പോൾ പബ്ലിക് അല്ലാത്തതുകൊണ്ട് മാത്രം പുള്ളി എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നമ്മളെന്തായാലും അത്തരം ഭീരുക്കളുടെ സിനിമകൾ കാണുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് പുള്ളി എന്നെ ഫോൺ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കൂ, അവിടെ മുഴുവൻ പോസിറ്റീവ് അല്ലേ എന്ന്. ഇതേ പരിപാടിയാണ് ഇപ്പോൾ പുതിയതായി ഇറങ്ങുന്ന ചില സിനിമകളുടെയും ഭാഗമായി നമ്മൾ കാണുന്നത്. നമ്മളോട് പറയും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കൂ, നാട്ടുകാരോട് പറയും അവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കൂ, അവിടെ പ്രേക്ഷകർ പോയി തെറി വിളിക്കുന്നില്ലേ, പിന്നെ പ്രേക്ഷകർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ മുഴുവൻ തെറി വിളിച്ച് നടക്കാൻ. ഇത് തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത കുറച്ച് ഫാൻസും അതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. പക്ഷേ പണിയെടുക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന തൊഴിലാളികളുണ്ട്. ഞാൻ പറയുന്നത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുന്ന, വീഡിയോ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന അങ്ങനത്തെ ആൾക്കാരല്ല. മുഖം ഉണ്ടാവില്ല, ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല, കുറേ അക്കൗണ്ടുകൾ സ്വന്തമാക്കി ഉണ്ടാക്കി കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഈ തെറി വിളിപ്പിച്ചിട്ട് അത് പ്രേക്ഷകന്റെ അഭിപ്രായമാണെന്ന് പറയുന്നത് അതൊരു പരാജയമല്ലേ? ഇപ്പോൾ ഈ അടുത്തായിട്ട് അത്തരം കടുത്ത കമൻറ്റ് ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സിനിമ എന്നെ സംബന്ധിച്ച് ദിലീപ് നായകനായി റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. സിനിമ എന്തായാലും അവർ സക്സസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, സിനിമ വിജയിച്ചും കഴിഞ്ഞല്ലോ. പക്ഷേ ഇപ്പോഴും പുള്ളി കൊടുക്കുന്ന ഇൻ്റർവ്യൂസിലൊക്കെ പോയിരുന്നു ഈ റിവ്യൂവേഴ്സിനെ, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് കാരണം സിനിമ തകർക്കാൻ നോക്കുന്നു, നമുക്ക് എന്തോ ഒരു ആവേശം ഉള്ളതുപോലെയാണ് സിനിമയെ തകർക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇൻ്റർവ്യൂസിലൊക്കെ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണെങ്കിലും സിനിമയുടെ ഭാഗമായിട്ടുള്ള മറ്റാളുകളാണെങ്കിലും ഒക്കെ അവരുടെ സംസാരത്തിൽ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ തുടക്കം മുതൽ സിനിമ റിലീസാവുന്നതിന് മുമ്പേ തന്നെ ആക്രമണം ആരംഭിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഈ പെർട്ടിക്കുലർ സിനിമയുടെ ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു തീം മ്യൂസിക് വെച്ചിട്ടൊരു ടീസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനിയിൽ നിന്ന് എന്നെ ഒരു സ്റ്റാഫ് വിളിക്കുക, അവരുടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് വിളിച്ച് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് റിയാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോങ് പീസാണ്, അപ്പോൾ സ്വാഭാവികമായും അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂട്യൂബിൽ നമ്മളൊരു കോണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഫേക്കായിട്ട് മാത്രം കൊടുത്ത് ശീലിച്ചുകൊണ്ട് ചിലപ്പോൾ അവർ ഊഹിച്ച് കാണില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് ഞാനൊരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ആ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനും ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ പറഞ്ഞ 2 വീഡിയോസിലും ഇവരുടെ കോണ്ടൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാമായിരുന്നു, അവർ തന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാനതിൽ ഈ സിനിമയെക്കുറിച്ച് പ്രതീക്ഷയുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ തീം മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു നല്ല സിനിമയായി വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പങ്കുവച്ചത്. ആക്രമണമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അവിടെ മുതലേ ആക്രമിക്കാമായിരുന്നു. ആക്രമിക്കാനുള്ളതൊക്കെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഉദ്ദേശം നമ്മൾ ആരെയും തകർക്കുകയോ മോശമാക്കി കാണിക്കുകയോ ഒന്നുമല്ല. സിനിമ മോശമായി അനുഭവപ്പെട്ടാൽ അത് മോശമാണെന്ന് തന്നെ പറയണം. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ, ഈ വീഡിയോസിലൊക്കെ ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്നു പറയുന്ന കാര്യങ്ങൾ, ആക്ച്വലി ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഇതിനു മുമ്പ് ബാന്ദ്ര എന്ന സിനിമ 8 നിലയിൽ പൊട്ടിയപ്പോഴും തങ്കമണി എന്ന സിനിമ പൊട്ടിയപ്പോഴും ഒക്കെ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ എൻ്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ റീൽസ് അടിച്ച് പ്രചരിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. അതിന് ഞാൻ ആക്ച്വലി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്, പിന്നെ ഔട്ട്ഡേറ്റഡ് ആയി എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നിന്ന് പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതൊക്കെ അന്ന് പറഞ്ഞിരുന്ന, അന്നും നമ്മൾ മറുപടി കൊടുത്തിരുന്ന, അന്നും ഈസി ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയിരുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ഞാനത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ടൈം സ്റ്റാമ്പും ചെയ്തേക്കാം. ഈ ട്രോളുകളും
പിന്നെ കുറച്ച് റിയാക്ടേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇടുന്ന തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു തംബ്നെയിൽ അടിച്ചിറക്കുക. നമ്മളെയൊക്കെ വീട്ടിൽ കയറി തല്ലി, ഉണ്ണി വ്ളോഗ്സിന് വീട്ടിൽ കയറി തല്ലി, അതേപോലെ ഷസാമിന് വീട്ടിൽ കയറി തല്ലി എന്നൊക്കെയാണ് ഇവന്മാർ തംബ്നെയിൽ അടിച്ചു വെക്കുന്നത്. ഈ തംബ്നെയിലുള്ളത് വ്യാജ വാർത്തയാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്തത് കാണും. ആ വീഡിയോസ് ആണെങ്കിലും ട്രോൾ വീഡിയോസ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ വരുന്ന തെറിവിളികളാണെങ്കിലും ഇതൊക്കെ കാശും വാങ്ങിയുള്ള പരിപാടിയാണെന്ന് പകൽ വെളിച്ചം പോലെ നമുക്കറിയാവുന്ന പരിപാടിയാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കള്ളന്മാർ സിനിമയെ തകർക്കാൻ നോക്കി എന്നുള്ള ഒരു സാധനം കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ മുഖം അതിൽ കൊടുത്തിട്ടുണ്ട്. നിയമപരമായി നമുക്കതിനെങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാശ് കൊടുത്ത് നാട്ടുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കുക, വ്യക്തിഹത്യ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുക, അതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. ശരിക്കും നമ്മൾ ഈ പറയേണ്ട മറുപടികളെല്ലാം ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന പലതും രസമായിട്ട് തമാശയായിട്ട് പറയുന്നു, ഇതിനെ കോമഡി ആയിട്ട് ഒരുപാട് പേര് ആഘോഷിക്കുന്നു, ഒരുപാട് ഷെയർ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ധ്യാൻ പറയുന്നതിൻ്റെ ഉള്ളിലുള്ള കുത്തൽ അത് കൂടെ ഇരിക്കുന്ന ആളുകൾക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മനസ്സിലാവാത്തത്. പക്ഷേ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഔട്ട്ഡേറ്റഡ് ആയിപ്പോയ കോമഡികളെക്കുറിച്ചും അനാവശ്യമായി നാട്ടുകാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന വിവാദങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ നന്നായി ധ്യാൻ ശ്രീനിവാസൻ അവരുടെ സക്സസ് മീറ്റിലോ പ്രസ് മീറ്റിലോ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ആർക്കും പരിപാടി മനസ്സിലായിട്ടില്ല. എന്തായാലും അത്തരമൊരു പരിപാടിയിൽ വെച്ച് അശ്വന്ത് കോക്കിനെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ അവർ നടത്തിയിട്ടുള്ള റിയാക്ഷൻസ്, അതിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതൊരു പബ്ലിക്കായി നടന്നിട്ടുള്ള പ്രസ് മീറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് കോപ്പിറൈറ്റും പൊക്കി പിടിച്ചുകൊണ്ട് വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഈ പോർഷൻ കൂടി ഒഴിവാക്കിയിട്ടായിരിക്കും കേട്ടോ വീഡിയോ ചെയ്യാം. അശ്വന്ത് കോക്കിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ചോദ്യം വരുന്നതെങ്കിലും റിവ്യൂസ് നെഗറ്റീവായി വരുന്നത് ദിലീപിനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതാണ് ഇവരുടെ ഡയലോഗ് എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാ ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ പറഞ്ഞു പോകുന്നൊരു സാധനം, അഭിപ്രായങ്ങൾ പറയാം പക്ഷേ വ്യക്തിപരമായിരിക്കണം എന്നുള്ളതാണ്. ഇവരുദ്ദേശിക്കുന്ന വ്യക്തിപരം എന്താണെന്നറിയോ? എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിലിരിക്കണം, ഞാൻ എവിടെയും പറയരുത്. പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് അഭിപ്രായമായിരിക്കണം. അല്ലാത്ത അഭിപ്രായങ്ങൾ വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കണം, വ്യക്തി പുറത്തേക്ക് വിടരുത്, ഇതിങ്ങനെ വിഴുങ്ങണം. അതാണ് ഇവർ അഭിപ്രായങ്ങൾ വ്യക്തിപരമായിരിക്കണം എന്ന് പറയുന്നത്. ആക്ച്വലി അതല്ല അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതിനൊക്കെ ചേർത്തുകൊണ്ട് അവനവന് തോന്നുന്ന അഭിപ്രായമായിരിക്കണം, അവനവൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കണം എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ വ്യക്തിപരമായിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ തുടർന്ന് അങ്ങോട്ടും നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അഭിപ്രായങ്ങൾ വ്യക്തിപരമായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ എവിടെയും പറയാൻ പാടില്ല, പബ്ലിക് സ്പേസിൽ പറയാൻ പാടില്ല. ഞാൻ പറയുന്ന അഭിപ്രായം വ്യക്തിപരമാണ്. അപ്പോൾ ഈ പറയുന്നൊരു ഇത് വെച്ചിട്ട് എനിക്ക് നെഗറ്റീവായിട്ടാണ് സിനിമയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതെങ്കിൽ എനിക്കത് പറഞ്ഞൂടെ? പക്ഷെ പറയാൻ പാടില്ല, നെഗറ്റീവ് മോശമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ലൈൻ. ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ സെൻസ് നമ്മൾ കളയാൻ പാടില്ല. ഓഫ് കോഴ്സ് അത് നമുക്ക് ഉണ്ടാവണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവണം, തീരുമാനങ്ങൾ ഉണ്ടാവണം. അത് മറ്റൊരാൾക്ക് പണയം വെക്കുകയോ ആരെങ്കിലും ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് സൂപ്പറാണ് നിങ്ങൾ വന്ന് കാണുമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കാണേണ്ട കാര്യമില്ല. ട്രെയിലറും ടീസറും പാട്ടുകളും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ തോന്നും, ഈ പടം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അതാ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ വരുന്നതിന് ശേഷം ഈ റിവ്യൂസും അതുപോലെ തന്നെ റേറ്റിംഗ്സും ഒക്കെ വന്നു കഴിഞ്ഞല്ലോ, അത് ശരിക്കും സിനിമയുടെ വിജയത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇതാണ് ഇതിനെ ബാധിക്കുന്നതെന്നാണ് ഇദ്ദേഹവും കൂടെയുള്ള ആളുകളും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത്. ആക്ച്വലി സിനിമ നന്നായിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. സിനിമ നന്നാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ക്രൗഡിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ തിയേറ്ററിൽ പോയി കാണും. അത് സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. ഇവർ സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയും. അതായത് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ കാരണം സിനിമ തകരുന്നു എന്ന് പറയും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും അതിൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ ആവർത്തിച്ച് മച്ചാനെ 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 എന്ന് വിളിച്ചിട്ടാണ് ആവർത്തിച്ച് കമൻറ്റ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരാളുടെയാണ്, പക്ഷേ പ്രൊഫൈലുകളൊക്കെ ഡിഫറൻറ്റാണ്. ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ കോപ്പി പേസ്റ്റ് അടിക്കുന്നു. അത് ദിലീപ് സിനിമകൾ മാത്രമല്ല, വേറെയും പല പ്രമുഖ നടന്മാരുടെയും സിനിമകളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ ഇഷ്ടം പോലെ വരും. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പടം ഇറങ്ങിയിട്ട് ഇപ്പോഴും ഏതെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ വന്നിട്ട് ഈ ഡയലോഗ് തന്നെയാണ് അടിക്കുന്നത്. ശരിക്കും നിങ്ങളൊക്കെ സിനിമ കാണുന്നുണ്ടോ? അപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പും നമ്മുടെ സീനിയേഴ്സും നമ്മളൊക്കെ ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹിറ്റുകൾ കൊടുത്തത് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. 8 നിലയിൽ പൊട്ടി പൊളിഞ്ഞു പോയ പ്രേക്ഷകർ നിലം തൊടിക്കാതെ വിട്ട സീനിയേഴ്സിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും അടക്കമുള്ള സിനിമകളുണ്ട്.
കാലങ്ങളുണ്ട്. അതും സോഷ്യൽ മീഡിയ യുഗത്തിന് മുമ്പാണ്. അത് നമ്മൾ കാണുന്നില്ല. സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചവറിറക്കിയാലും അത്യാവശ്യം ലാഭം കിട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും ലാഭം കിട്ടുന്നില്ല. അതിന് വേണമെങ്കിൽ കൊള്ളലാഭം എന്ന് വിളിക്കാം. കാര്യം ആളുകൾക്ക് സ്വതന്ത്രമായ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നൊരു കാലത്ത് ഫേക്കായിട്ടുള്ള ന്യൂസുകളും പിന്നെ മാധ്യമങ്ങളിലെ പരസ്യങ്ങളും ഒക്കെ കൊണ്ട് കുറേ പടങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ആ ഓടിച്ചു വിടൽ, ആ കൊള്ളലാഭം കണ്ടെത്തൽ അല്ലെങ്കിൽ പ്രേക്ഷകനെ പറ്റിച്ചുണ്ടാക്കിയിരുന്ന ഒരു ചെറിയ ലാഭം, അതിനൊരു ഇടിവ് വന്നിട്ടുണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ഇറക്കിയാൽ പ്രേക്ഷകർ സ്വീകരിക്കും, ഇരു കൈ നീട്ടി സ്വീകരിക്കും, സിനിമ ഹിറ്റാവും. അറ്റപ്പറ്റ ഹിറ്റല്ല, ഹിറ്റാവും. പക്ഷേ പണ്ടിറങ്ങിയ എല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നും സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴാണ് സിനിമകളൊക്കെ തീർന്നു പോയെന്നുമാണ് ഈ പറയുന്നത്. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ആളുകൾക്ക് സ്വതന്ത്ര അഭിപ്രായം എവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാലും എവിടെ ഇരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കേണ്ടി വരും, ഒരാളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ എത്ര SMS അയക്കും? ഒരു ദിവസം 100 SMS ഒക്കെയാണ് അവസാന സമയമൊക്കെ ആയപ്പോൾ. 3000 SMS ആണ് ഒരു മാസം ഉണ്ടായിരുന്നത്. നമ്മളൊരു സിനിമ കണ്ടിട്ട് എത്ര പേരോട് പറയും? അതേസമയം സോഷ്യൽ മീഡിയയിൽ ഒരു 2000 ഫ്രണ്ട്സുള്ള ഒരാൾ പോസ്റ്റ് ഇട്ടാൽ 2000 പേരിലേക്കും ആ മെസ്സേജ് എത്തും. എൻ്റെ അഭിപ്രായം ഇതാണ് എല്ലാവരും പറയുന്നത്. അഭിപ്രായം പറയാൻ സ്പേസ് ഇല്ലാതിരുന്നതിനെ എന്തിനേയും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നതായിരുന്നു അവസ്ഥ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചത്. അതായത് നമ്മളിപ്പോൾ ഫാസ്റ്റായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേൾക്കുക, റിവ്യൂ പറയുന്നവരെ ശ്രദ്ധിക്കുക, റേറ്റിംഗ്സ് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കപ്പാസിറ്റിയെ, തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയും റിവ്യൂസും ഒക്കെ ഇത്രയും ഭയങ്കര സംഭവമായിട്ട് വരുന്നത്. പക്ഷേ അതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇൻ്റർനെറ്റ് വളരെ സുലഭമായി ലഭിച്ചിരുന്ന നാടുകളിലൊക്കെ ഇതെല്ലാവരും നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലൊരു സിനിമ കാണുന്നതിനേക്കാൾ എക്സ്പെൻസീവാണ് പുറത്തൊരു നാട്ടിൽ സിനിമ കാണുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നേ ഉള്ളൂ. അല്ലാതെ സിനിമയുടെ റിവ്യൂ വരുന്നതുകൊണ്ട്, റേറ്റിംഗ് വരുന്നതുകൊണ്ട് സിനിമാ മേഖല തകരുന്നത് അതുകൊണ്ടല്ല. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള, അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കിയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളുടേത് മാത്രമായിരിക്കണം. ശരി, നമ്മളുടേത് മാത്രമായ ആ തീരുമാനം എന്തായിരിക്കണം? അത് ഈ സിനിമ കാണുക എന്നുള്ളതായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ഇങ്ങനെയാണ്: ഈ സിനിമ ഞാൻ കണ്ടു, ഇതൊരു ഗംഭീര സിനിമയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ ഞാൻ സിനിമ കണ്ടു, എനിക്ക് മുതലായില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ പോയി ഇവർ റിപ്ലൈ കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇത് ഫാമിലിക്ക് കണ്ട ആർക്കും ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ല, പറയുകയാണെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന തീരുമാനവും സിനിമ ആളുകൾ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്? നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും സംസാരിക്കുക, നമ്മുടെ ഇഷ്ടം എന്താണെന്ന് സ്വയം ചിന്തിക്കുക, ടീസേഴ്സും ട്രെയിലേഴ്സും കാണുക. ഇപ്പോൾ പോട്ടെ, സിനിമയുടെ കാര്യം വിട്ടേക്കും. ഒരാളൊരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ആദ്യം അയാൾ പുറമേ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് മറ്റേ ആളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് കറക്റ്റാണോ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തിടപഴകി അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവമായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. പിന്നെ പതുക്കെ നമ്മൾ മുഴുവനായിട്ട് അറിയാൻ ശ്രമിക്കുക. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളോട് പറയടാ, നിൻ്റെ ഒരു സ്വഭാവത്തിന് നിനക്ക് ചേരുന്നത് അങ്ങനെ ഒരു കുട്ടിയാണ്, അല്ലെ അങ്ങനെ ഒരു കുട്ടി നിനക്ക് ശരിയാവില്ല. ഈ അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അവരുടെ കൂട്ടുകാർ പറയുന്നത്, പിന്നെ ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷനിലും ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ്. തീരുമാനം നമ്മുടെ ആയിരിക്കും, പക്ഷേ തീരുമാനത്തിലേക്ക് നമ്മളെ ലാൻഡ് ചെയ്യിക്കാൻ ഒരുപാട് ഘടകങ്ങളെ നമ്മൾ ആശ്രയിക്കും. എന്ന് പറയുന്ന പോലെ സിനിമ കാണണോ വേണ്ടിയോ എന്നുള്ളത് ഒരാളുടെ തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനത്തിലേക്ക് അയാൾ ലാൻഡ് ചെയ്യുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ആ ഘടകങ്ങളിൽ ഒന്ന് മാത്രമായി ചിലപ്പോൾ റിവ്യൂവും റേറ്റിംഗ്സും ഒക്കെ മാറുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒന്ന് സിനിമ കണ്ടിട്ടുള്ള അയാളുടെ ഒരു കൂട്ടുകാരൻ, എടാ മോനെ നീ പോയി പടം കാണും, ഗംഭീര പടമാണ് എന്ന് പറയുന്നതാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മളെ അങ്ങനെ ഒരു സുഹൃത്തായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ സത്യസന്ധത കാണിക്കണ്ടേ? നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റൂ. എൻ്റെ വ്യക്തി അഭിപ്രായവും എന്നെപ്പോലെ ഒരുപാട് ആളുകളുടെ വ്യക്തിയധിഷ്ഠിതമായ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടാണ് ഒരാൾ തീരുമാനത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങളെ സിനിമ കണ്ടില്ല, ടിവിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. ഇതിനങ്ങനെ പറയുന്നത് ഈ സെയിം സാധനം തിരിച്ചും സംഭവിക്കും കേട്ടോ. ഞാൻ ആ റിവ്യൂ കണ്ടിട്ട് എന്തൊരു ഗംഭീര റിവ്യൂ ആയിരുന്നു അവർ പറഞ്ഞത്, പക്ഷേ പടം കാശിനില്ല എന്ന് പറയും. അതെന്താ ഈ കൂട്ടത്തിൽ കൂട്ടാത്തത്? അതേപോലെ എത്രയോ ആൾക്കാർ സിനിമ കണ്ടിട്ട് ഗംഭീരം എന്ന് പറഞ്ഞു വരുമ്പോൾ ആ ഗംഭീര സിനിമ കൊള്ളൂല എന്ന് വാദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സിനിമ ആളുകൾക്കനുസരിച്ച് മാറും. അപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കരുതുന്ന കുറച്ച് കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ റിവ്യൂവേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ റേറ്റിംഗ്സ് അല്ലെങ്കിൽ മൂവി ഗ്രൂപ്പുകളുണ്ടാവും, അവിടുത്തെ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചേരുന്നത് ചൂസ് ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ ആശ്രയിച്ചേ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എന്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്.
നമ്മുടെ കയ്യിലുള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് എന്ന് പറയുന്നത്. അത് സിനിമാക്കാരൻ്റെ തെറ്റിദ്ധാരണയാണ്. ഒരു പക്ഷേ അദ്ദേഹം കുറേ നാൾ സിനിമാ മേഖലയിൽ നിന്ന് മാറി നിന്നതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോഴും മാറാത്തൊരു ചിന്തയായിരിക്കും അത്. ടി വിയിൽ കാണുന്നതും പിന്നെ സിനിമാ തിയേറ്ററിൽ പോയി കാണുന്നതും മാത്രം എൻ്റർടൈൻമെൻറ്റ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി വെറുതെ വീട്ടിൽ ഇരുന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്കൊരു ദിവസം തള്ളി നീക്കാൻ പറ്റും. നമ്മൾ വളരെ എൻ്റർടൈൻഡ് ആയതുപോലെ നമുക്ക് തോന്നും. അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. സിനിമയാണ് അൾട്ടിമേറ്റ് എന്ന് വിചാരിച്ചെടുത്തടുത്തുനിന്ന് പ്രേക്ഷകൻ ഒരുപാട് മാറി. അതുകൊണ്ടാണ് കാശിൻ്റെ നിലവാരമില്ലാത്ത സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകൻ പുച്ഛിച്ച് തള്ളുന്നത്. പണ്ട് ഏതെങ്കിലും ഒരു പത്രത്തിൽ കുടുംബ പ്രേക്ഷകർ അർഹിച്ച് നൽകിയ വിജയം എന്നൊരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ആൾക്കാർ ആ പടം പോയി കാണുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇത് തള്ളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ആ സിനിമ കാണുന്ന 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ലൊരു വെബ് സീരീസ് കാണാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ ചെയ്തൊരു സിനിമ കാണാം. അതും അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി കൂട്ടുകാരോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തിരുന്ന് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ള ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെയും മോശമാകുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്. അത് അവരുടെ ജോലിയാണ്, കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് എന്നുള്ളത്. ഇത് പഴയ ഇൻ്റർവ്യൂസിലും ഈ പറയുന്ന ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അത് ആ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ജോലിയാണ്. ഇതൊരു പുതിയ തൊഴിൽ മേഖലയാണ്. ഇവർക്കത് അറിയാത്തതുകൊണ്ടാണ്. വരുമാനം ഇപ്പം പത്രത്തിൽ പണ്ട് റിവ്യൂ ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ അവർ പത്രത്തിൻ്റെ ശമ്പളം വാങ്ങിച്ച് അവിടുത്തെ സ്റ്റാഫായി ജോലി ചെയ്തിട്ടാണ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. നമുക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളത് അഭിപ്രായം പറയാതിരിക്കാനുള്ളൊരു കാരണമൊന്നുമല്ല, അല്ലെങ്കിൽ അഭിപ്രായത്തിന് വില കുറച്ച് കാണാനുള്ള കാരണമൊന്നുമല്ല. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് ക്യാച്ച് ചെയ്യാവും. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് പോകും. പക്ഷെ നമ്മൾ ആസ്വാദകര് നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊന്നുമില്ല. നെഗറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുണ്ടാക്കുന്ന പബ്ലിസിറ്റിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അശ്വന്ത് കോക്കിനെ കുറിച്ചാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. വേഷം മാറുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല. നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരാളുടെ സെക്ടറിക്കലായിട്ടുള്ള അവതരണമാണ്. ബാക്കി അദ്ദേഹം പറയുന്നതിൽ വിയോജിപ്പുകളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഒരു സിനിമ മോശമായി തോന്നി, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അയാളുടെ നിലയിൽ നിന്നുകൊണ്ട് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. നെഗറ്റീവ് സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നു എന്നുള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയരുത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ്. അങ്ങനെ ഒരുപാട് നേരെ ഇരുന്ന് ആലോചിച്ച് ചിരിക്കാവുന്ന ഒരു തമാശയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പോലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ശുദ്ധഹാസ്യത്തിൻ്റെ ഒരു എലമെൻ്റ് ആയിരുന്നു ആ ഡയലോഗ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മളൊരു ആർഭാട കല്യാണം നടത്തിയാൽ അങ്ങനെയാണെങ്കിൽ അതും ചാരിറ്റിയാണ്. നമ്മൾ കടം വാങ്ങിച്ചാണെങ്കിൽ ഒരു ആർഭാട കല്യാണം നടത്തുമ്പോൾ എത്രയോ കുടുംബങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന പൈസ എത്തുന്നത്. അപ്പോൾ അതൊരു ചാരിറ്റി അല്ലേ? നമുക്ക് ചാരിറ്റി ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ ആഹാരം വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന എത്ര പേർക്കാണ് വരുമാനം കിട്ടുന്നത്? അപ്പോൾ അത് ചാരിറ്റി അല്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാവണമെന്നില്ല. ചില സിനിമ നമ്മുടെ മനസ്സ് മടുപ്പിക്കും, ചിലപ്പോൾ നമ്മുടെ മാനസികാരോഗ്യ നിലയെ വരെ വളരെ മോശമായി ബാധിച്ചേക്കാം. റിസ്ക് ഉള്ള ചാരിറ്റിയാണ് ആക്ച്വലി സിനിമ എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊരു നല്ല ഹോട്ടലിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ഹാപ്പി ആയിട്ടിരുന്ന് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പച്ചക്കറി കടക്കാരന് വരുമാനം കിട്ടി, അരി വിൽക്കുന്ന കടക്കാരന് വരുമാനം കിട്ടി, ഗ്യാസ്, കറണ്ട്, എത്ര കുടുംബങ്ങളിലേക്കാണ് എത്ര പൈസയാണ് നമ്മൾ ഒഴുക്കുന്നത്. നമ്മൾ ജീവിക്കുന്നതേ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഒരു ആംഗിളിലേക്കൊക്കെ മാറും. പിന്നെ ഈ സിനിമ കൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നു. ഇത് സ്ഥിരമായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡയലോഗാണ്. ഒരു സ്റ്റാർഡമുള്ള ആൾ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ തന്നെ എടുത്തു. അപ്പോൾ ഒരു താരം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ദിലീപിനെ എടുക്കാം, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ലിസ്റ്റിൻ സ്റ്റീഫനെ എടുക്കാം. ഇവരൊരു പച്ചക്കറി കട നടത്തുകയാണെന്ന് വിചാരിക്കും. ജനങ്ങൾ അവിടെ വന്ന് പച്ചക്കറി വാങ്ങുമ്പോഴാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്, ഇവരുടെ പ്രശസ്തി വർദ്ധിക്കുന്നത്. പക്ഷേ ആ പച്ചക്കറി ഒന്നും ഇവർ വീട്ടിലുണ്ടാകുന്നതല്ല. ഓരോ കുടുംബങ്ങളിൽ നിന്ന് പല കുടുംബങ്ങളിലും പല പച്ചക്കറികൾ ഉണ്ടാക്കി അത് പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വൃത്തിയാക്കി വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ കടയിലെത്തുന്നത്. അങ്ങനെ ഇവർ സൂപ്പർ പച്ചക്കറിയാണ്, എല്ലാവരും വന്ന് വാങ്ങിക്കൂ എന്ന് പറയുന്നു. കുറച്ച് ആൾക്കാർ അവിടുത്തെ പച്ചക്കറി കൊള്ളൂല എന്ന് പറയുന്നു. അങ്ങനെ കൊള്ളൂല എന്ന് പറയുന്നത് നീയൊന്നും നല്ലതല്ല, നിൻ്റെയൊക്കെ മനസ്സ് ചീത്തയാണ്, അതുകൊണ്ടാണ് നിനക്ക് പച്ചക്കറി ഇഷ്ടപ്പെടാത്തതെന്ന് പറയുന്നു. ചിലപ്പോൾ കുറച്ച് പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർ
അവരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ആസ് എ ബുദ്ധിയുള്ള കച്ചവടക്കാരൻ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എന്തുകൊണ്ട് ഇങ്ങനൊരു മോശം അഭിപ്രായം വരുന്നു? നമ്മൾ ഇത്രയും കെയർഫുള്ളായിട്ട് പല കുടുംബങ്ങൾക്കും വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനൊരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവിടെ നഷ്ടം സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ നോക്കണം, ട്രാൻസ്പോർട്ടിങ്ങിലാണോ നമുക്ക് പിഴവ് പറ്റിയിട്ടുള്ളത്, പച്ചക്കറി കൃഷിയുടെ ഇടയ്ക്കാണോ നമുക്ക് പിഴവ് പറ്റിയിട്ടുള്ളത്, അത് ഏതെങ്കിലും ഒരു കർഷകനോ അയാളുടെ ശത്രുവോ ഇനി അതിൽ നമ്മളറിയാതെ വിഷം കലർത്തിയതാണോ, അത് നമ്മൾ കടയിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഷോക്കേസിൽ വെച്ചിരിക്കുന്നത്, എന്താണ്, എവിടെയാണ് നമുക്ക് പറ്റിയിട്ടുള്ള പാളിച്ച എന്ന് അവർ ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കാത്തടത്തോളം ഇവർക്ക് വേണ്ടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ നൂറുകണക്കിന് കുടുംബങ്ങൾ, അവരെ കൂടി അപകടത്തിലാക്കുന്ന പരിപാടിയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു സിനിമ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഫീഡ് ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ അവിടെ ഒരു സിനിമ ഉണ്ടാവാൻ കാരണമാവുന്ന പ്രൊഡ്യൂസറും ആ പ്രൊഡ്യൂസറിന് വിൽപ്പന നടക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്ന രീതിയിൽ ആ സിനിമയുടെ ഭാഗമാവുന്ന താരത്തിനും ആ സിനിമ ഏറ്റവും നല്ല സിനിമയാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വമുണ്ട്. തട്ടിക്കൂട്ട് തല്ലിപ്പൊളി പടം എടുക്കുന്നതിന് പകരം വളരെയധികം ആലോചിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ആ സിനിമയ്ക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ഈ സിനിമ എല്ലാവരിലേക്കും ഒരുപോലെ എത്തും എന്ന് ഉറപ്പാക്കിയിട്ടത് ഷൂട്ട് തുടങ്ങുക, റിലീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു ഉത്തരവാദിത്വമല്ലേ? അതായത് അഭിപ്രായം പറയുന്നതിൻ്റെ ഉത്തരവാദിത്വമാണോ അത്? സോ ഇനി സിനിമ ഒരുപാട് പേരുടെ ചോറാണ് എന്ന് പറയുന്ന സമയത്ത് സിനിമാക്കാർ ഓർത്തെങ്കിൽ നന്നെന്ന് തോന്നുന്ന കാര്യം, സിനിമ ഒരുപാട് പേരുടെ ചോറാണെങ്കിൽ സിനിമ നന്നാക്കാൻ നിങ്ങൾ കൂടുതൽ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകർ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എങ്ങനെ നെഗറ്റിവിറ്റി കയറിക്കൊണ്ടാണ് അല്ല ഒരാളെ മോശമായിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടില്ല. ഒരു കടുത്ത പ്രിവിലേജിൻ്റെ പുറത്ത് നിന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. അദ്ദേഹത്തിൻ്റെ അതിൽ ഇഷ്ടം പോലെ കാശുണ്ട്. പുള്ളി ഒരു ഷർട്ട് വാങ്ങുമ്പോൾ, പാൻറ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത് പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങാൻ പുള്ളിക്ക് പറ്റുമായിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സെയിൽസ്മാൻ തന്നെ ഓടി വന്നിട്ട് അയ്യോ സാറേ ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവരത് ഡീൽ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥയൊന്നും അതല്ല. നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയോ ഒരു ഷർട്ട് വാങ്ങുകയോ ചെയ്യുമ്പോൾ അതിൽ സ്റ്റിച്ചിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പറയും. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും പറയും, ഞാൻ അവിടെ നിന്ന് നോറ്റൊരു ഷർട്ട് വാങ്ങിച്ചാണ് എൻ്റെ പൊന്നു മോനെ, അവരെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഒരു കസ്റ്റമർ കെയർ, ഒരു വാല്യൂ ഇല്ലേ അവർക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയും. ഇദ്ദേഹത്തിന് അത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഷർട്ടിനൊരു കീറലുണ്ട് എന്നുള്ളത് ഇപ്പോൾ ദിലീപിൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന അഭിനേതാക്കളുമായി അദ്ദേഹം ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. ആ സമയത്ത് ദിലീപ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, അയ്യോ എൻ്റെ ഷർട്ടിൻ്റെ ഒരു ഓട്ടം ഇട്ടുണ്ട്, എന്ത് മോശം പരിപാടി അവർ അങ്ങനെ പറയൂ? ഇല്ല, അത് അവരുടെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ അതല്ല. നമ്മൾ മോശമാണെന്ന് തോന്നിയാൽ മോശമാണെന്ന് പറയും. കാര്യം നമ്മുടെ കയ്യിൽ അതിനു മാത്രം പൈസയൊന്നും അങ്ങോട്ട് ഒഴുകിപ്പൊക്കോട്ടെ എന്ന് വിചാരിക്കാനില്ല. പിന്നെ അങ്ങനെ പ്രതികരിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞുമൊക്കെയാണ് നമ്മൾ നല്ല സർവീസും നല്ല പ്രൊഡക്ട്സും ഉറപ്പാക്കുന്നത്. പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാവുന്ന ആളുകളോടൊക്കെ പറയുക എന്ന് പറയുന്നത് അത് ആക്ച്വലി നമ്മുടെ പ്രതിരോധമാണ്. നമുക്ക് നീതി കിട്ടാതെ വരുമ്പോൾ, നമുക്ക് നീതി ഒരുക്കേണ്ട സിസ്റ്റവും നിയമവും നമുക്കെതിരാണ് എന്ന് തോന്നുമ്പോൾ നമ്മുടെ പ്രതിരോധമാണ് നമ്മുടെ ആക്രമണം. അതാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരോടും വിളിച്ച് പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിവിലേജിൽ നിന്നുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ്. മോശമാണെന്ന് തോന്നിയാൽ മോശമാണെന്ന് പറയേണ്ടി വരുന്ന ആളുകൾ നമ്മൾ സാധാരണക്കാരാണ്. ഇതേ ഡയലോഗ് ചിലപ്പോൾ യൂസഫ് അലിക്ക് പറയാം, അല്ലെങ്കിൽ രവി പിള്ളയ്ക്ക് പറയാം, മോഹൻലാലിനോ മമ്മൂട്ടിക്കോ പറയാം. എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയാം, ഇതെന്താ ഇങ്ങനെ അങ്ങനെ ചെയ്യല്ലേ, മോശമാട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്തത്. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തിയെ പറയും, അറിയാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത്രേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ആ അഭിപ്രായം അദ്ദേഹത്തെ പോലെ ഇൻഫ്ലുവൻഷ്യലായ ഇന്നും അദ്ദേഹത്തെ അനുകരിക്കുന്ന വീഡിയോൻ്റെ താഴെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും ഇതിനെയൊക്കെ ഫേസ് ചെയ്യുന്ന കണ്ടില്ലേ, അദ്ദേഹത്തിനൊരു റോൾ മോഡലാക്കി എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം ഇദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ ആവാം. ഈ പറയുന്ന കാര്യം വരുമ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, നമുക്കൊരു ബ്രാൻഡിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, നമ്മൾ വാങ്ങുന്നൊരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന കാര്യം അതുപോലെ അനുകരിക്കുന്ന ചില ആളുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻഷ്യാലിറ്റി മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്ന, പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള എതിരഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തും. ഇനി ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു പ്രസംഗമുണ്ട്, നമുക്ക് ആ പ്രസംഗം കൂടി കേൾക്കാം. ശരിക്കും ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇദ്ദേഹം ശരിക്കും ദിലീപിനെ മോശമായി ചിത്രീകരിക്കുകയാണോ എന്നുള്ളതാണ്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ടും പാർട്ട്ണർഷിപ്പിലൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തു. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഞാൻ ദിലീപിനൊപ്പം ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ ഒരു സിനിമ എടുത്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന്. അങ്ങനെ ചോദിക്കാൻ മാത്രം
അത്രമാത്രം ദിലീപ് എന്ന അഭിനേതാവിനെ കുറച്ച് കാണേണ്ടതുണ്ടോ? ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലീസായിക്കൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ പഞ്ചർ പടങ്ങളാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ്. തങ്കമണി, ബാന്ദ്ര, പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കേശു, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വ്യൂയിങ്ങിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ തല്ലിപ്പൊളി പടങ്ങളായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ പക്ഷേ സിനിമ ഇറങ്ങി ആദ്യ ദിവസം റിവ്യൂ പറയുമ്പോൾ ഈ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ പറയാവുന്നതിൻ്റെ ഏറ്റവും മാന്യമായ രൂപത്തിൽ, ഏറ്റവും സമാധാനപരമായി സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ദിലീപ് എന്ന നടൻ്റെ എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള സിനിമകളുണ്ട്, പ്രകടനങ്ങളുണ്ട്, പ്രകടന മികവുകളുണ്ട്. ഞാനൊരിക്കലും ദിലീപിനെ വെച്ചൊരു സിനിമ ഒരാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ നടന്മാരൊന്നും കിട്ടിയില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കില്ല. ഇനി എന്നോട് അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാനൊരു പബ്ലിക് സ്പേസിൽ പറയില്ല. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ വന്ന് പറയുന്നത് ദിലീപിനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ എന്തിന് മലയാളത്തിൽ വേറെ നടന്മാരില്ലേ എന്ന് ആൾക്കാർ ചോദിച്ചു എന്ന്. ആ ചോദിച്ചവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടമാണ്. പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോനെ കൈകിട്ടി. അടുത്ത ഡയലോഗ്. കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന് അതിന്റെ ഭാഗമായിട്ട് ലിസ്റ്റിൻ പറഞ്ഞത്, അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ്. അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഭാരവും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവർക്കും ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയാം. അതായത് ആ സിനിമ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അത് പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ള ആളുകളെ കുറിച്ച് ആ സിനിമയുടെ പ്രൊഡ്യൂസർ പറയുന്നതാണ്. ഇത് കുടുംബസ്നേഹമൊക്കെ ഉള്ള ആളുകൾക്കേ മനസ്സിലാവുള്ളൂ, അങ്ങനെ ഇല്ലാത്തവർക്കൊന്നും ഇത് മനസ്സിലാവില്ല എന്ന്. അതായത് ജനാധിപത്യപരമായി നമ്മൾ നോക്കുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അതിൽ ഈ പറയുന്ന കുടുംബസ്നേഹമുള്ളവരും കുടുംബസ്നേഹം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ടൊരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടാതിരിക്കുന്ന, കണക്റ്റ് ആവാതിരിക്കുന്ന ആളുകളൊക്കെ കുടുംബസ്നേഹം ഇല്ലാത്ത, കുടുംബം ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് അത് ഈ പ്രേക്ഷകന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട്. അശ്വന്ത് ഗോക്കിനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട്, എന്തുകൊണ്ടാണ് നെഗറ്റീവ് റിവ്യൂ ഇടാൻ കാരണം? പൊന്നുമായി എന്നോട് പറഞ്ഞതാണ്, എന്റെ പൊന്നുമായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല. അതിലെന്താണ് കുഴപ്പം? ഒരു തിയേറ്ററിലിരിക്കുന്ന ഒരുപാട് പേർക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഒരു തിയേറ്റർ മുഴുവൻ നിശബ്ദമായിരിക്കുന്ന സമയത്ത് എനിക്ക് കണക്റ്റായ കോമഡിക്ക് ഞാൻ ചിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് മാത്രമുള്ള ചെറിയ ചിരികൾ മാത്രം കേൾക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ സിനിമ ആസ്വാദനത്തിൻ്റെ തലമാണ്. അതിനെ ഒരു നിലവാരം എന്ന വാക്കുകൊണ്ട് ഒന്ന് കൂടുതലും മറ്റൊന്ന് കുറവ് എന്ന് പറയുകയോ, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ചിരി വരാത്ത ആളുകളൊക്കെ മോശമാണ് എന്ന് പറയുകയോ, കുടുംബസ്നേഹം ഇല്ലാത്തവരാണെന്നൊക്കെ പറയുന്നത് അതൊരു തരത്തിൽ വ്യക്തി അധിക്ഷേപമാണ്. ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂ എടുത്തു നോക്കി ഇയാൾക്ക് കുടുംബമില്ലാന്ന് സ്ഥാപിക്കണം. അതിനാണ് നാട്ടുകാരായിട്ട് ബന്ധമില്ല, കൂട്ടുകാരായിട്ട് ബന്ധമില്ല, നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന, സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോൾ അയാളൊരു സാധാരണ മനുഷ്യനെ പോലെ അല്ല ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും കണക്റ്റ് ആവില്ല. ഇച്ചിരി കുടുംബസ്നേഹവും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന, നാട്ടുകാരോടൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സിനിമ കണക്റ്റ് ആവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഈ സിനിമയെ കുറിച്ച് മോശമായിട്ട് 2-3 ആൾക്കാർ പറഞ്ഞപ്പോൾ തന്നെ അവരെ ഓടിച്ചു കഴിച്ചത് ഈ യൂട്യൂബേഴ്സും ഈ സിനിമ കണ്ട പ്രേക്ഷകരുമാണ്. അതായത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരെയൊക്കെ ഓടിച്ചിട്ടടിച്ചത് സിനിമ കണ്ട പ്രേക്ഷകരും മറ്റ് യൂട്യൂബേഴ്സും ഒക്കെ ആണെന്നുള്ളതാണ്. ഇപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന ഈ ഞരമ്പ് രോഗി തംബ്നെയിലുകൾ ഇടുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അതായത് ഈ ബിഗ് ബോസിൽ വന്ന മറ്റേ ദേവു എന്ന് പറഞ്ഞ പാർട്ടിസിപ്പൻ്റ് ഉണ്ടല്ലോ, അവരൊരു സാരി കൊടുത്തിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ വേറെ എന്തോ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അവൻ തംബ്നെയിലിൽ കൊടുത്തത് കാശിന് ആവശ്യം വന്നപ്പോൾ ദേവു എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദേവു ഇത്രയും നാളായിട്ടും അയാൾക്കെതിരെ പരാതി കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഇനി പേഴ്സണലി വിളിച്ച് ഡീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഡീൽ ചെയ്യപ്പെടേണ്ട മാനസിക രോഗമാണ്. ഇമ്മാതിരി മാനസിക വൈകല്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ ഈ റിവ്യൂ ഇട്ടതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ചൊക്കെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്, വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഉണ്ണി വ്ളോഗ്സിനെ വീട്ടിൽ കയറി അടിച്ച് വീട്ടമ്മ, എന്നിട്ട് ഏതോ ഒരു വീട്ടമ്മ എന്തോ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്ത് ജീവിക്കുന്ന മറ്റൊരാളുടെ ഒരു വീഡിയോയിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് വന്ന് സംസാരിക്കുന്നത്. അവർ മാന്യമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് സിനിമ ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ ഫോട്ടോ തംബ്നെയിൽ വെച്ചിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എൻ്റെ മുഖത്തേക്ക് വെച്ചിട്ട് ഉണ്ണി വ്ളോഗ്സിനെ വീട്ടിൽ കയറി തല്ലി വീട്ടമ്മ, അതേപോലെ ഷസാമിനെ വീട്ടിൽ കയറി തല്ലാൻ ആരാധകരെന്നോ ഷസാം ഇറങ്ങി ഓടിയെന്നോ എന്നൊക്കെ പറഞ്ഞാണ് അടുത്ത വേറൊരുത്തൻ തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക രോഗികൾക്ക് തംബ്നെയിൽ ഇടാനുള്ള ഐഡിയ എവിടെ നിന്നാണ് പോയെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇവരെയൊക്കെ വീട്ടിൽ കയറി അടിച്ചത് പ്രേക്ഷകരും മറ്റ് യൂട്യൂബേഴ്സും ആണ് എന്ന് ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഇതിൻ്റെ
ബ്രെയിൻ അല്ലെങ്കിൽ ആ വേർഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ എവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ മനുഷ്യരാണ് എല്ലാവരും. നിങ്ങൾ തിരിച്ചറിയുന്നല്ലേ പറയുന്നത്. കാരണം നമ്മൾ ഈ റേറ്റിംഗ് കൊടുക്കും അവിടെ നമ്മൾ നിങ്ങളുടെ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അറിയിക്കണം. എത്ര ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നുണ്ട്. അവർക്കല്ലേ കുടുംബം, നമ്മൾ അതിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. അത് ഇത് വരാം, ഇതിന് വിമർശനം ഉണ്ടാവാൻ ചിന്തിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിമർശിക്കാനല്ല പറയും. യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുമ്പോഴും ശരിയായാലും തെറ്റായാലും അപ്പുറത്തൊരു ആളുണ്ട്, അയാൾക്കൊരു കുടുംബമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് മീഡിയനെ ഒരു തരത്തിലും വിമർശിച്ചിട്ടില്ല എന്ന് മീഡിയ അടക്കം നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ വാർത്ത കൊടുക്കുന്നതിനെ കുറിച്ച്, വാർത്തകൾ കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരാൾക്കൊരു കുടുംബമുണ്ട് എന്നൊക്കെ ചിന്തിക്കണം എന്ന് മീഡിയയോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവരോട് ചിന്തിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കൊരു കുടുംബമുണ്ട്, അതും കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ വാർത്തകൾ കൊടുക്കാൻ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കേസുണ്ടായ സമയത്തും ഇതൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ എൻ്റയർ ഇൻ്റർവ്യൂസിലൊക്കെ ഉള്ളൊരു പാറ്റേൺ ഇത് തന്നെയാണ്. ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഉണ്ടാകുന്ന സമയത്ത് ആ വാർത്തയിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരാൾ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നയാളാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ പോലീസും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അല്ലാതെ അല്ലെങ്കിൽ ആ സമയത്ത് അയാൾക്കൊരു കുടുംബമുണ്ടോ എന്ന് ചിന്തിക്കാന്ന് പറയുന്നത്, അപ്പോൾ ഗോവിന്ദചാമിക്ക് കുടുംബമില്ലേ, കുറ്റവാളി അല്ലാതെ ആവാതിരിക്കും, അല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതൻ ആവാതിരിക്കുന്നില്ലല്ലോ. കുറ്റാരോപിതനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പറയുന്നത്. ആ കുറ്റാരോപിതൻ്റെ കുടുംബങ്ങൾ മുഴുവൻ പ്രശ്നമാണ് എന്നാരും വാർത്ത കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അയാൾക്ക് കുടുംബമുണ്ടല്ലോ എന്ന് പറയുന്ന ചിന്തയൊക്കെ വരുന്നത്. കുറ്റം തെറ്റാണ്, അല്ലെങ്കിൽ കുറ്റാരോപിതൻ കുറ്റവിമുക്തനായി പുറത്തു വരട്ടെ. അല്ലാതെ കുറ്റാരോപിതനായി തന്നെ തുടരുമ്പോൾ പ്രതി അയാളല്ല എന്നുള്ളത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലാന്നേ ഞാൻ പറയുള്ളൂ. നാളെ ഇപ്പോൾ എൻ്റെ പേരിലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാലും എല്ലാവരും കൂടി എടുത്ത് ആഘോഷിക്കും. പക്ഷേ ഞാൻ കുറ്റവിമുക്തനാവുന്ന നിമിഷം ഞാനിതെല്ലാം തിരുത്തിക്കും, അല്ലെങ്കിൽ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന അഭിപ്രായം പറയാൻ എനിക്ക് പറ്റും, അത് ഇദ്ദേഹത്തിനും പറ്റും. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് കുടുംബമില്ലേ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ റിവ്യൂവേഴ്സിനെ ഇദ്ദേഹത്തിനെ കൂടി മുന്നിലിരുത്തിക്കൊണ്ടാണ്. ചില കള്ളന്മാർ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുത്തിത്തിരിപ്പ് ഇൻ്റർവ്യൂക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം കള്ളന്മാർ എന്ന് പറയുമ്പോൾ അവിടെ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഉണ്ട്, ഷസാമിൻ്റെ ഉണ്ട്, കോക്കിൻ്റെ ഉണ്ട് ഫോട്ടോസ്. അപ്പോൾ നമുക്കൊന്നും കുടുംബമില്ലേ എന്ന് പറയുന്ന കാര്യം, ഞങ്ങൾ ഇവിടെ ആരുടെയും ഒന്നും പറ്റിച്ചിട്ടില്ല, ഇവർ ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. കാശ് വാങ്ങിച്ച് നമ്മൾ സൂപ്പർ എന്ന് പറയുകയായിരുന്നെങ്കിൽ ഇവർക്ക് ഒരു പരാതിയോ പരിഭവമോ ഉണ്ടാവില്ലായിരുന്നു. പണ്ട് മാതൃഭൂമിക്കെതിരെ സിനിമാക്കാരൊക്കെ എതിരായിരുന്നു. കാര്യം അവർ സത്യസന്ധമായി വലിച്ചു കീറി റിവ്യൂ ഇടാൻ തുടങ്ങി. ചിലതൊക്കെ കുറച്ച് ഓവറായിരുന്നു, എന്നാൽ പോലും വലിച്ചു കീറി റിവ്യൂ ഇടാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ മാതൃഭൂമിയുടെ ആർക്കും പ്രശ്നമില്ല. കാരണം മാതൃഭൂമിയിൽ വരുന്ന റിവ്യൂസ് നിങ്ങൾ എടുത്ത് നോക്കിയോ, ഭയങ്കര പോസിറ്റീവാണ്, തലോടി അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഇവിടെ ആർക്കും പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ നാട്ടുകാരെ പറ്റിച്ച്, നാട്ടുകാരുടെ മുമ്പിൽ കള്ളനായി ഇവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നല്ലോണം പുഷ്പിച്ച് സന്തോഷിപ്പിച്ച് പുകഴ്ത്തിയൊക്കെ വെക്കണം. അത് പറ്റാത്തിടത്തോളം നമ്മളെ കള്ളാന്ന് വിളിക്കുമ്പോൾ നമുക്കും ഫാമിലി ഉണ്ടെന്നേ. നമ്മളെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ തംബ്നെയിലുകളും ടൈറ്റിലുകളും കൊടുക്കുക എന്ന് പറയുന്നത് അത് തെറ്റല്ലേ? വീട്ടിൽ കയറി അടിച്ചോടിച്ചു എന്ന് പറയുന്ന തംബ്നെയിൽ ഐഡിയാസൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടി ആലോചിക്കണ്ടേ? അതോ നമുക്കുള്ള കുടുംബങ്ങൾ, നമുക്കിഷ്ടമുള്ളവരുടെ കുടുംബങ്ങൾ, മറ്റേ ലെഫ്റ്റിൽ പറയുന്നത് പോലെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാവങ്ങളെ മാത്രമേ നമ്മൾ പാവങ്ങളായി കൂട്ടിയിട്ടുള്ളൂ എന്നാണോ എന്നെനിക്കറിയില്ല. എനിവേ, ഇനിയും സിനിമകളുണ്ടാവും. നല്ല സിനിമകളുണ്ടാകുമ്പോൾ നല്ല സിനിമകളെക്കുറിച്ച് നല്ലത് മാത്രമാണ് നമ്മൾ പറയുക. സിനിമ മോശമായി അനുഭവപ്പെട്ടാൽ മോശമായി അനുഭവപ്പെട്ടു എന്ന് തന്നെ പറയും. അതിലിപ്പോൾ ദിലീപ് എന്ന നടനോട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ടീസേഴ്സും ട്രെയിലേഴ്സും ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ മാത്രമാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിനേതാവിൻ്റെയും സിനിമകൾ ഇറങ്ങുന്ന സമയത്ത്, ഇറങ്ങുന്നതിന് മുമ്പ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. സിനിമയിൽ മോശമായി തോന്നിയ കാര്യങ്ങൾ, പുള്ളി പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, സിനിമയിൽ മോശമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കുക. ഇനി ആ പഴയ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കൂടി തല വെച്ചുകൊണ്ട് ഒരു വീഡിയോ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണുള്ളത്. ആ വീഡിയോയിൽ ഒരു പ്രമുഖ നടൻ നമ്മളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. വിഷമൊന്നുമല്ല, ഇതിലേക്ക് കഴിക്കാനുമല്ല, ഏത് ജനിച്ചിലുള്ള സിനിമയാണെങ്കിലും അത് ഞാൻ കണ്ടു, എനിക്കത് ഇഷ്ടായില്ല. തീരുമാനിക്കും ഞാൻ സിനിമ നിങ്ങൾക്കറിയാം, ഞാൻ 100 രൂപ കൊടുത്തല്ലേ, അതുകൊണ്ട് എന്റെ റൈറ്റ് അല്ലേ? നിങ്ങൾ എന്തിനാണ് 100 കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾ എന്റെ ആൾക്കാർ കാണണ്ട. അവന് പറയാം എനിക്കിഷ്ടായി, എനിക്കിഷ്ടാവാത്തോണ്ട് നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പറയരുത്. നിങ്ങളുടെ ടേസ്റ്റ് വേറെ, നിങ്ങളുടെ ടേസ്റ്റിന് ഞാൻ എന്തിനും മാറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ 100% നിങ്ങൾക്ക് പറയാം കഴിക്കരുത്, കാണരുത് എന്ന് പറഞ്ഞാൽ അത് പോയിസൺ ആയിരിക്കണം. എന്തിനാ ഇവൻ പോയിട്ട് ചെയ്യണേ? അവന് വ്യൂസിനെ കൂട്ടാൻ മനുഷ്യരല്ല നമ്മൾ. അപ്പോൾ ഈ റീലിൽ ഏറ്റവും അവസാനം പറഞ്ഞ അത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ദിലീപ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് വന്നു. എനിക്ക് എല്ലാ ഇൻ്റർവ്യൂസിലും
ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ, ഒരു ക്യാരക്ടർ പിടിച്ചത് രജിസ്റ്റർ ആക്കാൻ ശ്രമിക്കുന്ന പോലെ, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. അതിപ്പോൾ നിലനിൽപ്പിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒക്കെ ഒരു ആവശ്യകതയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ ഒരു പെർട്ടിക്കുലർ റീല് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഇൻ്റർവ്യൂ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ റീലിൽ അശ്വന്ത് കോക്കിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്, എൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ലോകത്ത് വേറെ ആരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് നെഗറ്റീവോ ഒന്നും പറയാത്തതുപോലെയാണ് ഈ രണ്ട് ഫിഗർ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ 5-6 പേരെന്ന് പറയുന്നുണ്ട്. ഈ അശ്വന്ത് കോക്കിൻ്റെ ഭാഗം ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്. പറയേണ്ടതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും. ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ ഈ റീലിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ റീലിൽ തുടക്കത്തിൽ പറയുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്. നമ്മൾ വിഷമൊന്നുമല്ല കൊടുക്കുന്നത്, ഏത് ജനസിലുള്ള സിനിമയാണെങ്കിലും ഉള്ളിലേക്കല്ല കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സിനിമയെ ഏറ്റവും വില കുറച്ച് കാണുന്ന ഒരാൾ, സിനിമയുടെ ശക്തിയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ദിലീപ് എന്ന ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സിനിമ വിഷമല്ല, അത് ഞാനും അംഗീകരിക്കുന്നു. സിനിമ വിഷമല്ല, പക്ഷെ ഉള്ളിലേക്ക് കൊടുക്കുന്നതല്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ റിലീസായ ഒരു സിനിമ, ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, അത് വിഷമല്ല, ഉള്ളിലേക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന, വളരെ അപകടകാരികളായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിരുന്നു കേരള ഫയൽസ് എന്നല്ലേ ആ സിനിമ. ഞാൻ പേര് തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാനില്ലാത്ത സിനിമകളിൽ ഒന്നാണത്. ഒരുവിധം വിവരമുള്ള, അതിൻ്റെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മലയാളികൾ എതിർത്തിട്ടുള്ളതാണ്. പിന്നെയും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പല ആളുകളും അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. ആൻഡ് ആ ഒരു സിനിമ കണ്ടതിന് ശേഷം നടൻ ദിലീപ് ആ സിനിമ കണ്ടതിന് ശേഷം ഇതേ അഭിപ്രായം ആ സിനിമയെക്കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചോളാം. കാരണം ഇപ്പോൾ കേരള സ്റ്റോറി പോലെ അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് പോലൊരു സിനിമ, ഈ സിനിമയൊന്നും വിഷമല്ല. വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എനിക്ക് കുറച്ച് വിഷം തന്നു കഴിഞ്ഞാൽ വിഷം കഴിച്ച് ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ഡെഡ് ആവുകയാണ്. പിന്നെ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഈ വിഷം ഒരു 10 പേര് കൂടി ഇരുന്ന് കുടിച്ചാൽ, അല്ലെങ്കിൽ ഒരു തലമുറയിലുള്ള എല്ലാവർക്കും വിഷം കൊടുത്തു കഴിഞ്ഞാൽ ആ തലമുറ മാത്രമേ മരിക്കുള്ളൂ. പക്ഷേ സിനിമയിലൂടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അത് ഒരു തലമുറയിൽ ഒതുങ്ങില്ല, അത് അടുത്ത തലമുറയിലേക്ക് പോകും. കാരണം ഇത് കാണുന്നത് അടുത്ത ജനറേഷനും കൂടിയാണ്. ഇപ്പോൾ ദിലീപ് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുവർണ്ണ കാലഘട്ടങ്ങളിലെ സിനിമാ തിയേറ്ററിലെ തിക്കും തിരക്കും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അത് കാണാത്ത ആളുകൾ കുറവായിരിക്കും. പുതിയ ജനറേഷനിൽ കുറച്ച് കുട്ടികൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് പ്രായമായ, നടക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രായമായ ആളുകൾ വരെ കുടുംബത്തോടൊപ്പം വരുന്ന കൊച്ചു കുട്ടികളും കൈക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന, സ്ത്രീകളുടെയും കുട്ടികളുടെയും വൻ തിരക്ക് അനുഭവപ്പെടുന്ന സിനിമകൾ ദിലീപ് സിനിമകളായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും പ്രായമായ ആളുകളും അതുപോലെ കൊച്ചു കുട്ടികളാണെങ്കിലും ദിലീപ് സിനിമകളും അതിലെ കോമഡി രംഗങ്ങളും കണ്ടിട്ടിരുന്നിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു എഫക്റ്റ് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെ കോട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ കാശ്മീർ ഫയൽസ് പോലൊരു സിനിമ, കേരള സ്റ്റോറി പോലൊരു സിനിമ, കേരളത്തിന് പുറത്തിരുന്ന് കാണുന്ന ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു 10-14 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുന്നത് കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ മുസ്ലിം ജനതയെക്കുറിച്ചും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് ഉള്ളിൽ വെച്ചിട്ടാണ്. അവരെങ്ങനെയായിരിക്കും അടുത്ത തലമുറയിൽ ഈ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ആളുകളെ ഡീൽ ചെയ്യുന്നുണ്ടാവുക? അതുകൊണ്ട് ഇത്തരം സിനിമകൾ വിഷമല്ല. ഈ സിനിമകളൊക്കെ എൻഡോസൾഫാൻ പോലെയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇട്ട അണുബോംബുകൾ പോലെയാണ്. തലമുറകളോളം അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും. അതാണ് സിനിമ. സിനിമയ്ക്ക് ഒരിക്കലും വിഷമാവാൻ പറ്റില്ല, സത്യമാണ്. സിനിമയ്ക്ക് ഒന്നെങ്കിൽ അമൃതാവാൻ പറ്റും. ഒരാളെ അയാളുടെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും കരകയറി വരത്തക്ക രീതിയിൽ ഒരു ഗംഭീര മാറ്റം അയാളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ജനറേഷനുകളെ മുഴുവൻ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ ദുഷിച്ചതാക്കാനും പറ്റും. സോ സിനിമ വിഷമല്ല, ആറ്റം ബോംബ് പോലെയോ എൻഡോസൾഫാൻ പോലെയോ ഒരു അതിഭീകരമായ, വിഷത്തേക്കാൾ ഭീകരമായ ഒരു കാര്യമായി മാറാൻ കഴിവുള്ള ഒന്നാണ്. പിന്നെ ഉള്ളിലേക്ക് കൊടുക്കുക അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മുടെ നാട്ടിൽ നാടകങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുന്നത്. അതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സിനിമകളിലൂടെ വന്നിട്ടുള്ള അനവധി മാറ്റങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയുള്ള സിനിമകളൊരു ഉദാഹരണമാണ്, ഒരു തുടക്കത്തിൻ്റെ ഉദാഹരണമാണ്. അത് സിനിമ ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും യോജിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത്, ചിലർ പറയും 100 രൂപ കൊടുത്ത് സിനിമ കണ്ടു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വെച്ചിട്ട് പറയുന്നതായിരിക്കും. 100 രൂപ കൊടുത്ത് ഇപ്പോൾ സിനിമ എവിടെ കാണാൻ പറ്റും എന്നെനിക്കറിയില്ല. വളരെ ചെറിയ തിയേറ്ററുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 120, 180, 200, ഇപ്പോൾ 1000 രൂപയ്ക്ക് അടുത്ത് വരെയൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പറ്റും. അപ്പോൾ അത്രയും
പണം മുടക്കിയാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. ആൻഡ് കോവിഡ് കാലത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ ലാവിഷായിട്ട് എടുത്ത് മറിക്കാൻ കാശൊന്നുമില്ല. അപ്പോൾ സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു ലക്ഷറി കൂടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ 100 രൂപ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് മാറ്റി ഒരു 200 ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ 2000 രൂപ വരെയൊക്കെ മുടക്കി സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും. അത് ചിലപ്പോൾ യൂട്യൂബ് പോലൊരു മീഡിയത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങളൊക്കെ വന്നിരുന്ന് എൻ്റെ സിനിമ കാണണം, വിജയിപ്പിക്കണം, നിങ്ങളാണ് എൻ്റെ ശക്തി, നിങ്ങളാണ് എൻ്റെ കരുത്ത്, നിങ്ങളിലൂടെയാണ് എൻ്റെ സിനിമ വളർന്നത് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ അഭിനേതാക്കളും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും മറുപടി പറയാം? പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലെ പല ആളുകളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എന്തിനാ ഈ 100 രൂപ കൊടുക്കണം? കാരണം തിയേറ്ററിൽ പോയിരുന്നിട്ട് എനിക്ക് എന്ത് എൻ്റർടൈൻമെൻ്റ് ആണ് കിട്ടുന്നത്? ഇനി എന്ത് എൻ്റർടൈൻമെൻറ്റ് തരുന്നു എന്ന് പറഞ്ഞാലും ഒരു 10-40 ദിവസം കഴിയുമ്പോൾ അത് OTT-യിൽ വരുമല്ലോ, ഞാൻ അപ്പം കണ്ടാൽ പോരെ, ഞാൻ എന്തിനാ ഈ 100 രൂപ മുടക്കുന്നത്? ആ ഒരു അർത്ഥത്തിലാണോ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്തിനാണ് ആ പണം മുടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ ഇൻ്റർവ്യൂവിലിരുന്ന് ദിലീപ് എന്ന വ്യക്തി സംസാരിക്കുന്നതിൻ്റെ കാരണം അങ്ങനെ കുറേ പേര് 100 രൂപ കൊടുത്തതാണ്. അവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അവർ ചിലപ്പോൾ അന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്ന, യൂട്യൂബ് റിവ്യൂയുടെ ഒന്നും എഫക്റ്റ് വലിയ കാര്യമായി അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലെ സൂപ്പർ താരമായിരുന്നു ദിലീപ് എന്ന അഭിനേതാവ്. അവിടെ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു പ്രശ്നമായി തോന്നിയേക്കാം. പക്ഷെ പണ്ട് കലുങ്കിലൊക്കെ ഇരുന്ന് വീഡിയൊക്കെ വലിച്ച് ചേട്ടന്മാരിരുന്ന് പറഞ്ഞിരുന്ന അതേ കാര്യം, അല്ലെങ്കിൽ അയൽക്കാർ തമ്മിൽ കൂട്ടം കൂടിയിരിക്കുമ്പോൾ ഈ പവർ കട്ടിൻ്റെ സമയത്ത് കുറേ കാലം മുമ്പുള്ളൊരു കലാപരിപാടിയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ചുറ്റും കൂടി ഒരു ലൈറ്റിൻ്റെ താഴെയോ എവിടെയെങ്കിലും ഒരു ചെറിയ ഏരിയയിൽ വന്ന് കൂടും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പറയുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഈ സിനിമകളൊക്കെ ഹിറ്റായിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാണ് പലരും 100 രൂപയും 35 രൂപയും 65 രൂപയൊക്കെ കൊടുത്ത സ്റ്റാറുകളെ ഉണ്ടാക്കിയിട്ടുള്ളത്. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുന്ന സിനിമകൾ ഒരുവിധപ്പെട്ടതൊക്കെ കാണാറുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ ആ പെർട്ടിക്കുലർ സിനിമ കാണരുത് എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒഴിവാക്കി വരും. അല്ലാത്ത പക്ഷം ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സിനിമയും കാണുന്നതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ദിലീപ് സിനിമകൾ തന്നെ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള, അത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള, അതിൻ്റെ CD-യും DVD-യും കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നോടത് പറയരുതായിരുന്നു. ഇത് ഈ വീഡിയോയിൽ പറയുന്ന ആ 5-6 പേര് ഞാനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ 5-6 പേര് ആരാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അത് ആര് വേണമെങ്കിലും ആവാം. ഞാനാവാം, നിങ്ങളാവാം, അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഒരാളാവാം, ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആളാവാം. അതാരായിരിക്കും? അപ്പോൾ ഇത് കേരളത്തിലെ ഈ കോടിക്കണക്കിന് വരുന്ന, അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്ന കോടിക്കണക്കിന് വരുന്ന ജനസമൂഹത്തിൽ ആരെയോ ഒരു 5-6 പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നോടാവില്ല. ഇനി എന്നോടാണെങ്കിൽ എന്നോടങ്ങനെ പറയരുതായിരുന്നു. എനിക്കത് വിഷമമുണ്ടാക്കും. ആരാണ് ആ 5-6 പേർ? ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, വേണ്ട, ഞാൻ എൻ്റെ യൂട്യൂബിലിടുന്ന വീഡിയോൻ്റെ കാര്യം പറയാം. ഗംഭീര സിനിമയാണ്, നിങ്ങളിത് പോയി കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എത്രയോ വീഡിയോൻ്റെ താഴെ എത്രയോ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു. പൊട്ടപ്പടമാണ്, തല്ലിപ്പൊളി പടമാണ്, എഴഞ്ഞ് നീങ്ങലാണ്, ബോറടിക്കലാണ്, ഉറങ്ങിപ്പോയി, ഞാൻ കാണരുത്, പോകരുത്, കാശ് കളയരുത്. അത് 5-6 പേരൊന്നുമല്ല, ഒരു 10-20 പേരുണ്ട്. അതേസമയം നമ്മൾ ഗംഭീര സിനിമ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമായിട്ട് ഇതുപോലെ കുറേ ആളുകൾ വരും. അപ്പം അങ്ങനെ നിങ്ങളിത് പോയി കാണരുതേ എന്ന് പറയുന്ന എല്ലാവരും അതിൽ ഉൾപ്പെടുമല്ലോ. അപ്പം 5-6 പേരല്ല. അത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരു 30,000 പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോ എടുത്ത് നോക്കിയാൽ അതുപോലത്തെ ഒരു 10-15 കമൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു 1 lakh എന്നൊരു രീതിയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 45 പേരായി. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കണക്കെടുത്ത് വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ സിനിമ കാണണ്ട എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. കാരണം ഈ സിനിമ കാണണ്ട എന്ന് പറയുന്നവർ, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഈ പറയുന്ന കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും അടക്കമുള്ള സിനിമകൾ കണ്ടിട്ട് പോലും അത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ സിനിമയൊന്നും പോയി കാണല്ലേ, ഇത് കഷ്ടപ്പാടാണെന്ന്. എനിക്കിഷ്ടായില്ല. അതെ, അതെല്ലാവരും പറയുന്നുണ്ട്. എനിക്കിഷ്ടാവാത്തോണ്ട് നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പറയരുത്. നിങ്ങളുടെ ടേസ്റ്റ് വേറെയാണ്. വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന ആളുകൾ, പിന്നെ വീഡിയോ ചെയ്യുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പടമൊക്കെ എന്തിനു കൊള്ളാം, ഇതിനൊക്കെ ആരാണ് പോകുന്നത്, ഇതിനൊന്നും വേണ്ടി കാശ് കളയരുത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമുക്കിത് കാണണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടു കഴിഞ്ഞിട്ടല്ലേ ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. പിന്നെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചോയ്സാണ്, അവരുടെ അവകാശമാണ്. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങൾ 100% നിങ്ങൾക്ക് പറയാൻ കഴിക്കരുത്, കാണരുത് എന്ന് പറഞ്ഞാൽ അത് പോയിസൺ ആയിരിക്കണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയും നിങ്ങൾ നോൺ വെജ് കഴിക്കരുത് എന്ന്. നോൺ വെജ് വിഷമായിട്ടാണോ? ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരൊക്കെ വിഷജന്തുക്കളായതുകൊണ്ടാണോ? അല്ലല്ലോ. പോയിസൺ ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ കാണരുത്, കഴിക്കരുത് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ചില പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിഷകരമല്ലാത്ത ചില കാര്യങ്ങളെ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കിയെന്ന് വരും. ഇപ്പോൾ നോൺ വെജ് ഒഴിവാക്കുന്നത് അത് വിഷകരമായതുകൊണ്ടാണെന്നല്ല പറയുന്നത്. അവരുടെ വിശ്വാസം, ആചാരം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്തോ ആയിക്കോട്ടെ.
സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റേപ്പിനെ കോമഡിയാക്കിയ ഒരു രംഗമാണ് മീശ മാധവൻ എന്ന സിനിമയിൽ ഒരു റേപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്താലോ എന്ന് ദിലീപ് അവതരിപ്പിക്കുന്ന മീശ മാധവൻ എന്ന കഥാപാത്രം കാവ്യമാധവൻ അവതരിപ്പിച്ച രുക്മിണി എന്ന് പറയുന്ന ക്യാരക്ടർ ഉറങ്ങി കിടക്കുമ്പോൾ പറയുന്നത് ഒരു റേപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്താലോ. ഈ റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മനുഷ്യനെ, അയാളുടെ കരിയറിനെ, അയാളുടെ ജീവിതത്തിനെ, അയാളുടെ സന്തോഷങ്ങളെ, സമാധാനത്തിനെ ഒക്കെ നശിപ്പിച്ച് കളയുന്ന റേപ്പ് അറ്റംപ്റ്റ് നടന്നാൽ പോലും അത് നേരിടുന്ന വ്യക്തി അയാളുടെ ജീവിതം, കരിയർ, സന്തോഷം, സമാധാനം ഒക്കെ നശിച്ചു പോകത്തക്ക രീതിയിൽ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. അവിടെ നിന്ന് ഒരു അതിജീവിതയായി മാറാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അത്രയും ക്രൂരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ സമ്മതമില്ലാതെ ശാരീരികമായി അവരെ ഉപദ്രവിക്കുക, റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യത്തിനെ തമാശയാക്കി കാണിച്ചിട്ട് അതൊക്കെ തമാശയല്ലേ, എന്തിനാണ് വെറുതെ നിങ്ങൾ കാണണ്ടെന്നേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തമാശയാക്കി അവതരിപ്പിച്ച് പുതിയ ജനറേഷനെ കൂടി കാണിച്ച് ചിരിക്കൂ 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 എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് വിഷത്തേക്കാൾ ദോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുട്ടികളോട് കാണരുത്, അനുകരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഈ മീശമാധവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ ഒരു രംഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ എല്ലാ രംഗങ്ങളും മോശമാണെന്നല്ല, അതിൽ ഇനിയും മോശമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സിനിമ ഇൻ ആൻഡ് ഔട്ട് കുത്തിയിരുന്ന് കണ്ട് ചിരിച്ച പടമാണ്. എത്രയോ തവണ ആവർത്തിച്ച് കണ്ട പടമാണ്. അതിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഡയലോഗുകൾ വരെയുണ്ട്. അതുവരെ കുത്തിയിരുന്ന് കണ്ട് ചിരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ അടുത്ത ജനറേഷനിലുള്ള ആളുകൾ ഇതൊന്നും തമാശയായി കാണരുത് കേട്ടോ, ഇതൊന്നും അങ്ങനെ തമാശയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെയാണ് കാമുകി കാമുകനെ വഞ്ചിച്ചു എന്ന് തോന്നുമ്പോൾ ആ കാമുകിയെ അങ്ങ് കൊന്നുകളയാം എന്ന് കാമുകന് തോന്നാൻ ഇടയാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യം നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് സാമൂഹികമായ വിപത്തുകളെ സിനിമകളിൽ വന്നു പോയിട്ടുള്ള, സിനിമയിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത ജനറേഷനെങ്കിലും കാണാതിരിക്കട്ടെ, അവരത് തമാശയായി കാണാതിരിക്കട്ടെ. റേപ്പ് ഒരിക്കലും തമാശയായി കാണാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്തിനാ പോയിട്ട് ചെയ്യുന്നത്? ഒരു വ്യൂസിനെ കൂട്ടുന്നത് ഉറപ്പായിട്ടും. അല്ലാതെ പുണ്യപ്രവൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങും? ഈ അഭിനേതാക്കളൊക്കെ എന്തിനാണ് അഭിനയിക്കുന്നത്? അവർക്ക് വ്യൂവേഴ്സിനെ കൂട്ടാനല്ലേ, കാശുണ്ടാക്കാനല്ലേ, പ്രശസ്തരാവാനല്ലേ. ലോകം മുഴുവൻ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സും സിനിമാ താരങ്ങളും ഇപ്പോൾ ഈ അടുത്ത് വന്ന എല്ലാ സിനിമാ താരങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കി ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരൊക്കെ പറയുന്നുണ്ടാവും നമ്മളെ സ്നേഹിച്ചു തുടങ്ങണം, നമ്മുടെ കഴിവുകളെ, നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിച്ചു തുടങ്ങണം. സെൽഫിഷ് മൈൻഡ് അല്ലേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് സെൽഫിഷ് മൈൻഡ് അല്ല. നമുക്ക് ജീവിക്കണം, നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും ഒക്കെ ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ നോക്കും. ആ വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളിൽ ഇപ്പോൾ ജേർണലിസ്റ്റ് ആവുന്ന ഒരാൾ, അയാൾ വരുമാനം കണ്ടെത്താൻ വേണ്ടി ജേർണലിസ്റ്റ് ആവുന്ന ആളാണ് എന്ന് കരുതി ഒരു ജേർണലിസ്റ്റിൻ്റെ എത്തിക്സ് ഉണ്ട്, ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് അയാൾ ചെയ്യണ്ടേ. അയാളുടെ കൺമുന്നിൽ ഒരു അനീതിയോ അക്രമമോ കണ്ട അയാളത് റിപ്പോർട്ട് ചെയ്യണ്ടേ. സെൽഫിഷ് മൈൻഡ് അല്ലേ എന്ന് ഏതെങ്കിലും ഒരു പോക്കറ്റടിക്കാരനോ മയക്കുമരുന്ന് കച്ചവടക്കാരനോ ഒരു ജേർണലിസ്റ്റിനെ നോക്കി പറയാൻ പാടുണ്ടോ? അയാൾ കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യം ഇതാണ്, വ്യൂവേഴ്സിനെ കൂട്ടാനും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടും പല ആളുകളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോൾ വരുമാനം കിട്ടും, പക്ഷെ അതിനോടൊപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കലായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കുക. അതിനെ സെൽഫിഷ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മീൻ കച്ചവടം നടത്തുന്ന ആളുകൾ സെൽഫിഷ് അല്ലേ? കടലിൽ പോയി മീൻ പിടിക്കുന്നവർ സെൽഫിഷായിട്ടല്ലേ ചെയ്യുന്നത്? പാവപ്പെട്ട മീനുകൾ ഉപദ്രവിക്കാമോ? നെൽകൃഷി നടത്തുന്ന ആളുകൾ ആ നെല്ല് മണ്ണിലേക്കോ അവിടെ നിന്ന് പുഴുക്കളിലേക്കോ ഒക്കെ പോകേണ്ടതല്ലേ? സെൽഫിഷ് അല്ലേ നിങ്ങൾ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒരാളുടെ വരുമാന മാർഗത്തിനെ സെൽഫിഷ് എന്ന് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ അയാൾ ചെയ്തുണ്ടാകുന്ന ദോഷഫലങ്ങൾ ദോഷമുണ്ടാവണം, എന്നിട്ട് ഞാൻ മാത്രം വളരണം എന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സെൽഫിഷ് എന്ന് വിളിക്കാം. അപ്പോൾ പോലും കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാതിരിക്കില്ല, സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം പറയാതിരിക്കില്ല. അതിപ്പോൾ നാളെ യൂട്യൂബ് ചാനലില്ലെങ്കിൽ ഞാനത് ഫേസ്ബുക്കിൽ ചെയ്യും, അവിടെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെയാണ്. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ അത് ത്രൂ ചെയ്യും. എനിക്കിത് ചെയ്യാനറിയാം, എന്നെപ്പോലെ തന്നെ ഇത് ചെയ്യുന്ന എല്ലാവർക്കും അത്തരം ഒരുപാട് മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയാം, അവരൊക്കെ അത് ചെയ്യും. പക്ഷേ അതേസമയം ഒരു സിനിമയെ കംപ്ലീറ്റ്ലി നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ സിനിമയിൽ ഇന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുക. ഞാൻ ബേസിക്കലി ചെയ്യുന്ന അതാണ്. എല്ലാവരുടെയും കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട്, ഞാൻ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെയൊക്കെ സംസാരത്തിൽ ആ സിനിമയോടുള്ള ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആർട്ടിനോടുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. സോ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന സിനിമകളും ഞാൻ കാണും, അടുത്ത ആഴ്ച വരുന്ന സിനിമകളും അതിന് ശേഷം വരുന്ന സിനിമകളും ഞാൻ കാണും. സിനിമയോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത്, ഇപ്പം മക്കളോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ മക്കളൊരു കൊലപാതകം ചെയ്തിട്ട് വന്നാലും കെട്ടിപ്പിടിച്ച് സൂപ്പറായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് ഉമ്മ വെക്കുന്നത് പോലെ അല്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് പറയണം. ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായും അവിടെ തെറ്റെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ തുറന്നു പറയും. സിനിമയാണ് എൻ്റെ എല്ലാം, സിനിമ മാത്രമാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട സിനിമകളെക്കുറിച്ചെല്ലാം പറ്റാവുന്നിടങ്ങളിലെല്ലാം, ഇപ്പം മില്യൺ കണക്കിന് ഫോളോവേഴ്സൊക്കെയാണ് ഓരോ സിനിമാ താരങ്ങൾക്കും ഉള്ളത്. മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ കണ്ടതിന് ശേഷം സിനിമയൊക്കെ സൂപ്പറാണ്, ഈ സിനിമകളൊക്കെ നിങ്ങൾ കാണണം എന്നൊക്കെ പറയുന്ന ഒരു അഭിനേതാവോ ടെക്നീഷ്യനോ പോലും നമുക്ക് മലയാള സിനിമയിലില്ല. അവനവൻ്റെ സിനിമ വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം മറ്റ് സുഹൃത്തുക്കളുടെ സിനിമകൾ വരുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് സെൽഫിഷ് അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ കാശ് കൊടുത്തിട്ട് ഒറ്റ സിനിമക്കാരൻ്റെ ആനുകൂല്യം ഞാൻ പറ്റാൻ പോയിട്ടില്ല. കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി കണ്ടിട്ടാണ് ഞാൻ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. മാനിക്കുന്നവർക്ക് മാനിക്കാം, വേണ്ടാത്തവർക്ക് വഴിമാറിപ്പോവാം. മാന്യമായ വിമർശനങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.